പോപ്പ് ഫ്രാൻസിസിന് വിട ചൊല്ലി ലോകം. റോമിലെ സെന്റ് മേരി മേജർ ബസിലിക്കയിൽ ഭൗതിക ശരീരം കബറടക്കി. ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമു, US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ള ലോക നേതാക്കളും ലക്ഷക്കണക്കിന് വിശ്വാസികളും സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. പതിനായിരക്കണക്കിന് വിശ്വാസികളാണ് പോപ്പ് ഫ്രാൻസിസിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ തടിച്ചുകൂടിയത്. മാർപ്പാപ്പയുടെ ആഗ്രഹപ്രകാരമായിരുന്നു സെന്റ് മേരി മേജർ ബസിലിക്കയിൽ സംസ്കാരം നടത്തിയത്. കർദിനാൾ കോളേജ് ഡീൻ കർദിനാൾ ജിയോവാനി ബാറ്റിസ്റ്റ അന്ത്യ ശുശ്രൂഷ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം നിർവഹിച്ചു. ശനിയാഴ്ച പ്രാദേശിക സമയം 8 മണിയോടെയാണ് വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ പൊതുദർശനം അവസാനിച്ചത്. പ്രാർത്ഥനകൾക്കു ശേഷം ഭൗതിക ശരീരം സെന്റ് മേരി മേജർ ബസിലിക്കയിലേക്ക് വിലാപയാത്രയായി കൊണ്ടുപോയി. വിലാപയാത്രയിൽ വൻ ജനാവലി പങ്കെടുത്തു. ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമു, US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കി, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ, സ്പെയിൻ രാജാവ് ഫിലിപ്പ് ആറാമൻ, ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് ഇനാസിയോ ലുല ഡിസിൽവ, വില്യം രാജകുമാരൻ തുടങ്ങി ഒട്ടേറെ രാഷ്ട്രതലവന്മാർ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ വത്തിക്കാനെത്തിയിരുന്നു. തിങ്കളാഴ്ചയാണ് മാർപ്പാപ്പ കാലം ചെയ്തത്. 3 ദിവസം സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ പൊതുദർശനത്തിന് വെച്ച ഭൗതിക ശരീരത്തിൽ 2.5 ലക്ഷത്തോളം പേരാണ് അന്ത്യാഞ്ജലി അർപ്പിച്ചത്. റോമിലെ പുരാതന ദേവാലയങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഫോറി ഇമ്പീരിയാലിയും കൊളോസിയവും കടന്നായിരുന്നു വിലാപയാത്ര. ഫ്രാൻസിസ് എന്നതിൻ്റെ ലത്തീൻ നാമമായ ഫ്രാൻസിസ്കസ് എന്ന് മാത്രമേ ശവകുടീരത്തിൽ എഴുതിയിട്ടുള്ളൂ. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആഗ്രഹപ്രകാരമായിരുന്നു ഇത് രണ്ടും. ഞായറാഴ്ച രാവിലെ മുതൽ ജനങ്ങൾക്ക് ശവകുടീരം സന്ദർശിക്കാനായി അനുമതിയുണ്ട്. സഭയ്ക്കുള്ളിലും പുറത്തും നവീകരണത്തിന്റെ വക്താവായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. അർജന്റീനയിലെ ബ്യൂണസ് ഐറിസ് ആർച്ച് ബിഷപ്പായിരുന്ന കർദിനാൾ ജോർജ് മാരിയോ ബർഗോളിയോ 2013 മാർച്ച് 13 മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പയുടെ അപ്രതീക്ഷിത രാജ്യപ്രഖ്യാപനത്തെ തുടർന്നായിരുന്നു ഇത്. കത്തോലിക്ക സഭയുടെ 266 മാർപ്പാപ്പയും ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിച്ച ആദ്യ മാർപ്പാപ്പയുമാണ് ഇദ്ദേഹം. ഈശോ സഭയിൽ നിന്നും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നുമുള്ള ആദ്യത്തെ മാർപ്പാപ്പയുമായിരുന്നു. 731-741 കാലഘട്ടത്തിലെ സിറിയയിൽ നിന്നുള്ള ഗ്രിഗറി മൂന്നാമനു ശേഷം യൂറോപ്പിന് പുറത്തു നിന്നുള്ള മാർപ്പാപ്പയും അദ്ദേഹമാണ്. 1936 ഡിസംബർ 17 അർജന്റീനയിലെ ബ്യൂണസ് ഐറിസിലായിരുന്നു ജനനം. ഇറ്റലിക്കാരനായിരുന്നു പിതാവ്. മുസോളിനിയുടെ ഭരണകൂടത്തെ ഭയന്ന് അർജന്റീനയിലേക്ക് കുടിയേറിയതായിരുന്നു ഇദ്ദേഹത്തിന്റെ കുടുംബം. രസതന്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ ജോർജ് മാരിയോ ബർഗോളിയോ 1969 ഡിസംബർ 13 ജെസ്യൂട്ട് വൈദികനായത്. 1973 മുതൽ 79 വരെ അർജന്റീന സഭയുടെ പ്രൊവിൻഷ്യലായിരുന്നു. 1980 സാൻ മിഗ്വൽ സെമിനാരി റെക്ടറായി. 92 ബ്യൂണസ് ഐറിസിന്റെ സഹായമെത്രാനായി. 98 ബ്യൂണസ് ഐറിസ് ആർച്ച് ബിഷപ്പായി. ബിഷപ്പായിരിക്കെ ആഡംബരപൂർണമായ വസതി ഉപേക്ഷിച്ച് ചെറിയ വീട്ടിലായിരുന്നു താമസം. സ്വന്തമായി ഭക്ഷണം പാകം ചെയ്തു. ഔദ്യോഗിക വാഹനം ഉപയോഗിക്കാതെ പൊതുഗതാഗത സംവിധാനത്തിലായിരുന്നു യാത്ര. 2001 കർദിനാളായി. വത്തിക്കാൻ ഭരണകൂടമായ റോമൻ കൂലിയായയുടെ വിവിധ ഭരണ പദവികളിൽ സേവനമനുഷ്ഠിച്ചു. 2005 അർജന്റീനയിലെ എപ്പിസ്കോപ്പൽ കോൺഫറൻസിന്റെ അധ്യക്ഷനായി. 3 വർഷത്തിനു ശേഷം ഇതേ പദവിയിൽ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ നേതൃപാടവത്തിനുള്ള അംഗീകാരമായിരുന്നു ഇത്. 2013 മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷവും ലളിത ജീവിതം പിന്തുടർന്ന അദ്ദേഹം വത്തിക്കാൻ പാലസ് ഉപേക്ഷിച്ച് അതിഥി മന്ദിരത്തിലായിരുന്നു താമസം.